അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ സൂപ്പർ ടേസ്റ്റുള്ള ഒരു അൽഫാമാണ്. പിന്നെ അത് നമുക്കിനി റെസ്റ്റോറൻറ്റിൽ പോയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇടുന്നത്. മല്ലി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇടേണ്ടത്. അത് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ മാത്രം പൊടി ഇട്ടാൽ മതി. കുരുമുളക് ഇട്ട ശേഷം 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 ബേ ലീഫ്, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു 5 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ടല്ല, മല്ലിയാണ് ഒന്നുകൂടെ നല്ലത്. മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇട്ടേക്കണത്. അത് ചൂടാക്കി അത് ചൂടാറിക്കഴിയുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെക്കണം. നല്ലതുപോലെ പൊടിയണ്ട, ഒരു തരിപ്പൊടി കൂടി അത് പൊടിച്ച് മാറ്റി വെക്കണം. പിന്നെ വേറൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി പിന്നെ സവാളയും പകുതി തക്കാളിയും 3 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 1 പിടി മല്ലിയിലയും മല്ലിയില 1 പിടിയും പുതിനയില കുറച്ച് മതി. കുറച്ച് ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് അത്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ അരപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ പൊടിച്ച് വെച്ചില്ലേ, ആ പൊടി ഇട്ട് കൊടുക്കണം. മല്ലിയുടെയൊക്കെ പൊടി അത് ഇട്ട് കൊടുക്കണം. പിന്നെ അത് ഇട്ടതിന് ശേഷം ഈ അരച്ച് വെച്ച പിന്നെ ഉള്ളിയും മല്ലിയിലേക്ക് നമ്മൾ നല്ലോണം അരച്ച് വെച്ചല്ലോ, അത് ഇട്ട് കൊടുക്കണം. അത് നല്ലോണം അരയണം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു കളർ പൊടിയൊന്നും ചേർക്കണ്ട. കളറിനായിട്ട് പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. അല്ലാണ്ട് കളർ പൊടിയൊക്കെ ചേർത്തതിന് പിന്നെ കുട്ടികൾക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കളറിന് വേണ്ടി മുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പിന്നെ കറി മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കണം. അതിൽ കുരുവൊക്കെ എടുത്ത് കളയണം. കുരുവൊക്കെ അതിൽ വീണിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കളയണം. ഒരു ചെറിയ ചെറുനാരങ്ങയാണ്. വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു പകുതി മതി. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്. പിന്നെ അതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കണം. ഒരു മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അത് ഇതിലിപ്പോൾ ഒഴിക്കാൻ മറന്നുപോയി, അത് പിന്നെയാണ് ഒഴിച്ചത്. അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. എന്നിട്ട് ഈ ചിക്കൻ പീസിലേക്ക് ഇതെല്ലാം കൂടെ പുരട്ടണം. പിന്നെ ഒരു ചിക്കനിൽ ഒരു 4 പീസാക്കിയിട്ടുള്ളൂ. 6 പീസ് വേണമെങ്കിൽ ആക്കാം. ഇത് 4 പീസാക്കി, അതിന് വലിയ പീസാണ്. അതിലേക്കെല്ലാം ഈ പിന്നെ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഇപ്പം ഞാൻ ഈ സമയത്താണ് പിന്നെ ഓയിൽ ഒഴിക്കണത്, മറന്നു പോയതുകൊണ്ടാണ്. നിങ്ങൾ ആ മസാല കൂട്ടുന്ന സമയത്ത് തന്നെ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഇതിനായിട്ട് ഒരു സോസ് തയ്യാറാക്കാം. സോസിലൊരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം നല്ലോണം അത് മിക്സ് ചെയ്യണം. അതൊന്ന് തിളച്ചൊന്ന് കുറുകിയ പാകത്തിലായി വരണം. നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതൊരു നല്ല ടേസ്റ്റാണ് ഈ സോസിന്. ഇതെല്ലാം നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കണം. ഇടിച്ച മുളക്
അത് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ചെറുനാരങ്ങയുടെ പകുതി നീരൊഴിക്കണം. അത് നീരൊഴിച്ച് അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് സോസിൽ ഉപ്പുണ്ടാകും, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ആദ്യമേ തന്നെ, അപ്പോൾ ഉപ്പ് കറക്റ്റായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം തിളച്ച് നല്ല കുറുകി വരണ സമയത്ത് ഇത് മാറ്റി വെക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയാണിത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല കുറുകി വരണ സമയത്ത് ഇത് മാറ്റി വെച്ചിട്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ചിക്കനിലേക്ക്. അതൊരു പാൻ വെച്ച് അതിലേക്ക് പിന്നെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അധികം ഓയിൽ ഒഴിക്കണ്ട, 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഇത് ഓരോ പീസാണ്. ഞാനിതിപ്പോൾ ചെറിയ പാനായതുകൊണ്ട് ഓരോ പീസാണ് ഇട്ട് കൊടുക്കണം. പീസും വലുതാണ്, പിന്നെ ചെറുതാണെങ്കിൽ നമുക്ക് 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിരുന്നെങ്കിൽ, ഇത് വലിയ പീസായാലും ഞാനൊരു പീസ് വെച്ചാണ് അത് തിരിച്ചും മറിച്ചിട്ട് മൊരിച്ചെടുക്കണം. അധികം തീ കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകും. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ തിരിച്ചും മറിച്ചിട്ട് നല്ലോണം മൊരിച്ചെടുക്കുക. നല്ലോണം മൊരിഞ്ഞ് ഇതായി വരുന്ന ശേഷമാണ് ഈ സോസ് നമ്മൾ ഇതിൽ മേലിൽ പുരട്ടേണ്ടത്. ഈ സോസ് 2 ടീസ്പൂണ് അതിൻ്റെ മേലിട്ടിട്ട് ഒരു ബ്രഷ് കൊണ്ട് അത് മേളിലൊക്കെ നല്ലോണം പുരട്ടി കൊടുക്കണം. നല്ലോണം പിടിക്കണം ഇതിലേക്ക് സോസ്. സോസ് നല്ലോണം ഇതിലേക്ക് പുരട്ടി കൊടുത്തതിന് ശേഷം ഇത് ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് അപ്പുറവും ഇതേപോലെ തന്നെ പുരട്ടി കൊടുക്കണം. 2 പുറവും നല്ലോണം തിരിച്ചും മറിച്ചിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അങ്ങനെ തന്നെ എല്ലാ പീസുകളും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓരോന്നോരോന്നിട്ടാണ് ഫ്രൈ ചെയ്യണം. എല്ലാം കൂടെ ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേളിലും ഇതേപോലെ സോസ് പുരട്ടി കൊടുക്കാം. നന്നായി പുരട്ടി അതിൻ്റെ മേളിലൊക്കെ നല്ലോണം സോസ് പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ ചെയ്താൽ നല്ല ജ്യൂസി ആയിരിക്കും ഇത് കഴിക്കാൻ നേരത്ത്. നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റാണിത്. ഇതിൽ കുബൂസോ അല്ലെങ്കിൽ ബ്രെഡോ ചപ്പാത്തിയോ ഇതിലെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി റെസ്റ്റോറൻറ്റിൽ പോയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിന് സൈഡായിട്ട് മയോണിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ അൽഫാമാണ്.